നമസ്കാരം. നിങ്ങളുടെ അടുക്കളയിലെ ഏറ്റവും സാധാരണമായ ഒരു വസ്തു ഉപ്പ്. രുചിക്കപ്പുറം ഈ ഉപ്പിന് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയിലും സമാധാനത്തിലുമൊക്കെ വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് കല്ലുപ്പിനെ കാണുന്നത്. ഓഹോ. അതെ, പാലാഴി മഥനത്തിൽ ലക്ഷ്മി ദേവി ഉയർന്നുവന്നതുപോലെ കടലിൽ നിന്ന് കിട്ടുന്ന ഉപ്പിൽ ദേവിയുടെ ചൈതന്യമുണ്ട് എന്നാണ് വിശ്വാസം. ഉപ്പ് എങ്ങനെ ശരിയായി ഉപയോഗിച്ച് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സാമ്പത്തിക ഉന്നതിയുമൊക്കെ കൊണ്ടുവരാം എന്ന് പരിശോധിക്കാം. കടബാധ്യത മാറാനൊക്കെ ചില ലളിതമായ വഴികൾ ഇതിൽ പറയുന്നുണ്ടല്ലേ? അതെ അതെ. അപ്പോ നമുക്ക് ലക്ഷ്മിയുടെ പ്രതീകം എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ രേഖകളിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം വീട്ടിൽ ഉപ്പുപാത്രം ഒരിക്കലും കാലിയാകരുത് എന്നതാണ്. അതെ. എന്തുകൊണ്ടാണ് അതിന് അത്രയധികം പ്രാധാന്യം? അതിന്റെ പ്രതീകാത്മകമായ അർത്ഥം വളരെ വലുതാണ്. നിറഞ്ഞൊരു ഉപ്പുഭരണി എന്ന് പറയുന്നത് വീട്ടിലെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു സൂചനയാണ്. അത് കാലിയാകുന്നത് ഐശ്വര്യം വറ്റിപ്പോകുന്നതിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ശരി. ഇതൊരു ഒരു അമാനുഷിക ശക്തിയെ പേടിക്കുന്നതിനപ്പുറം നമ്മുടെ ഉപബോധ മനസ്സിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ദിവസവും അടുക്കളയിൽ കാണുന്ന ആ നിറഞ്ഞ ഉപ്പുപാത്രം നമ്മുടെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല എന്നൊരു പോസിറ്റീവ് ചിന്ത നമ്മളറിയാതെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോ ഇതൊരു തരം സൈക്കോളജിക്കൽ ടൂൾ കൂടിയാണെന്ന് പറയാം അല്ലേ? തീർച്ചയായും, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സാമ്പത്തികമായ ഉത്കണ്ഠകൾക്കെതിരെ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഒരുക്കുന്ന ഒരു ചെറിയൊരു ദൃശ്യപരമായ ഉറപ്പ്. അതെ, അതൊരു മാനസികമായ ബലം കൂടിയാണ് നൽകുന്നത്. നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി നിർത്താനുള്ള ഒരു വഴി. അതുകൊണ്ടാണ് ഉപ്പിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. ലക്ഷ്മിയെ ബഹുമാനിക്കുന്നതിന് തുല്യം. അതെ. ശരി. അപ്പോ ഉപ്പ് തീരാതെ നോക്കുക എന്നത് ഒരു അടിസ്ഥാന തത്വം. ഇനി അത് സൂക്ഷിക്കുന്ന രീതിയെപ്പറ്റി സംസാരിക്കാം. അതിന് കൃത്യമായ സ്ഥാനവും പാത്രവുമെല്ലാം ഈ രേഖകളിൽ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞാണ് പാചകമെങ്കിൽ വലതുവശത്ത് വെക്കണമെന്നൊക്കെ. എന്താണ് ഈ സ്ഥാനത്തിന്റെ പ്രാധാന്യം? വാസ്തുശാസ്ത്രപ്രകാരം അടുക്കളയിലെ ഓരോ വസ്തുവിനും അതിൻ്റേതായ ഒരു ഊർജമുണ്ട്. അടുപ്പ് അഗ്നിയുടെ സ്ഥാനമാണ്. ശരി. അതിന്റെ വലതുഭാഗം ഐശ്വര്യത്തിന്റെ സ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലക്ഷ്മി സ്വരൂപമായ ഉപ്പ് അവിടെ വെക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പുഭരണി ഒരിക്കലും വെറും നിലത്ത് വെക്കരുത് എന്ന നിർദ്ദേശം. അതെ, അതെന്നെയും കൗതുകപ്പെടുത്തി. ഒരു മരപ്പലകയുടെയെങ്കിലും മുകളിൽ വെക്കണമെന്ന് പറയുന്നു. അതെ. നിങ്ങളുടെ രേഖകളിൽ ഉപ്പിന്റെ ഊർജം അല്ലെങ്കിൽ ചൈതന്യം കുറയും എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഇതൊരു ഫിസിക്കൽ എനർജി എന്നതിനേക്കാൾ ഒരു പ്രതീകാത്മകമായ മൂല്യമായി കാണുന്നതാണ് ശരി. ഓക്കേ. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒന്നിനെയും തറയിൽ വെക്കാറില്ലല്ലോ. ഒരു വിളക്കായാലും പുസ്തകമായാലും നമ്മളൊരു പീഠത്തിലോ മറ്റുമാണ് വെക്കുക. ശരിയാണ്. അതുപോലെ ലക്ഷ്മിയുടെ പ്രതീകമായ ഉപ്പിന് ഒരു ആസനം അല്ലെങ്കിൽ ഇരിപ്പിടം നൽകുന്നു എന്ന സങ്കല്പമാണ് ആ മരപ്പലക. അതിനെ തറയിൽ വെക്കുന്നത് ആ വസ്തുവിനോടുള്ള ഒരു അനാദരവായി കാണുന്നു. ആ അനാദരവ് അതിന്റെ പ്രതീകാത്മക മൂല്യത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ കുറയ്ക്കുന്നു. മനസ്സിലായി. നമ്മളൊരു വസ്തുവിന് നൽകുന്ന ബഹുമാനം അതിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിക്കുന്നു. പാത്രത്തിന്റെ കാര്യത്തിലും ഈ ശ്രദ്ധ കാണുന്നുണ്ടല്ലോ. ഉണ്ട്. പിഞ്ഞാണ ഭരണി അല്ലെങ്കിൽ ചില്ലുകുപ്പി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനും എന്തെങ്കിലും കാരണമുണ്ടോ? ഇന്ന് മിക്കവരും പ്ലാസ്റ്റിക് പാത്രങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. അതിന് പാരമ്പര്യമായ കാരണവും ഒരു ചെറിയ ശാസ്ത്രീയ വശവുമുണ്ട്. പണ്ടുമുതലേ വലിയ പിഞ്ഞാണ ഭരണികളിലാണ് ഉപ്പ് സൂക്ഷിച്ചിരുന്നത്. അതെ. കാരണം ഉപ്പിന് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. പിഞ്ഞാണവും ഗ്ലാസും ഉപ്പിന്റെ ഈർപ്പം ഒരു പരിധിവരെ നിയന്ത്രിച്ച് അത് കട്ടപിടിക്കുന്നത് തടയാൻ സഹായിക്കും. സ്റ്റീൽ പാത്രങ്ങളോ? സ്റ്റീല് പാത്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. കാരണം ഉപ്പ് സ്റ്റീലുമായി പ്രവർത്തിച്ച് ദ്രവിക്കാൻ തുടങ്ങും. അത് ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. ഓഹോ. പ്ലാസ്റ്റിക്കിന് ഉപ്പിന്റെ ആ സ്വാഭാവിക ഗുണങ്ങളെ നിലനിർത്താനുള്ള കഴിവില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലത് പരമ്പരാഗത രീതികൾ തന്നെയാണ്. അപ്പോൾ ദൈനംദിന ശീലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഈ രേഖകൾ പറയുന്ന ധനമാകർഷിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേക പ്രയോഗങ്ങളിലേക്ക് കടക്കാം. ശരി. ഉപ്പുഭരണിയുമായി ബന്ധപ്പെട്ട നാണയത്തിന്റെ ഉപയോഗം എനിക്ക് കൗതുകകരമായി തോന്നി. ഭരണിയുടെ അടിയിൽ 1 രൂപ നാണയവും ഉള്ളിൽ 5 രൂപ നാണയം വെക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇതിനു പിന്നിലെ തത്വം? ഇത് ശരിക്കും പ്രതീകങ്ങളുടെ ഒരു സംയോജനമാണ്. ഉപ്പ് ലക്ഷ്മിയുടെ പ്രതീകമാണെങ്കിൽ നാണയം ധനത്തിന്റെ നേരിട്ടുള്ള പ്രതീകമാണ്. ശരി.
ലോഹമായ നാണയവും ഉപ്പും തമ്മിൽ ചേരുമ്പോൾ അവിടെ ഒരു ആകർഷണ ശക്തി രൂപപ്പെടുന്നു എന്നാണ് വിശ്വാസം. പണം പണത്തെ ആകർഷിക്കുന്നത് പോലെ ഒരു സങ്കല്പം. ഓക്കെ. അപ്പോൾ അടിയിൽ വെക്കുന്ന നാണയം ഒരു അടിത്തറ പോലെയും ഉള്ളിലിടുന്നതോ? ഉള്ളിലിടുന്നത് ആ ഐശ്വര്യം ഉള്ളിൽ തന്നെ നിലനിൽക്കാനുള്ള ഒരു അച്ചാരം പോലെയും. ഉപ്പെടുക്കുമ്പോൾ ആ 5 രൂപയുടെ നാണയം പുറത്തു വന്നാൽ അത് വീണ്ടും ഉള്ളിലേക്ക് താഴ്ത്തി വെക്കണമെന്ന നിർദ്ദേശം, അത് ഈ ഐശ്വര്യം പുറത്തു പോകാതെ സൂക്ഷിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലേ? അതെ, അതൊരു ശ്രദ്ധയാണ്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ. ഓരോ തവണ ഉപ്പെടുക്കുമ്പോഴും നമ്മൾ സമ്പത്തിനെക്കുറിച്ചും അത് നിലനിർത്തേണ്ടതിനെക്കുറിച്ചും ബോധവാന്മാരാകുന്നു. ദിവസങ്ങൾക്കും ഇതിൽ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. തീർച്ചയായും. വെള്ളിയാഴ്ച ഉപ്പ് വാങ്ങുന്നത് ലക്ഷ്മീദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. കാരണം വെള്ളിയാഴ്ച ദേവിയുടെ ദിവസമാണ്. എന്നാൽ അന്നേ ദിവസം ഉപ്പുഭരണി കഴുകാൻ പാടില്ലെന്നും പറയുന്നു. പാടില്ല. അത് വീട്ടിലുള്ള ഐശ്വര്യം ഒഴുക്കിക്കളയുന്നതിന് തുല്യമാണെന്ന് കണക്കാക്കുന്നു. എന്താണ് ഉപ്പുമെണ്ണയും തമ്മിലുള്ള ഈ ബന്ധം? ഇതൊരു പ്രതീകാത്മകമായ ബന്ധമാണ്. ഒരു അടുക്കളയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒഴിച്ചുകൂടാനാവാത്ത 2 ഘടകങ്ങളാണ് ഉപ്പും എണ്ണയും, അല്ലേ? അതെ. ഒന്ന് രുചിയുടെ അടിസ്ഥാനം, മറ്റൊന്ന് പാചകത്തിന്റെ അടിസ്ഥാനം. ഇവ രണ്ടും ചേരുമ്പോഴാണ് ഒരു വിഭവം പൂർണ്ണമാകുന്നത്. ഈ ഒരു പൂർണ്ണതയെയാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവുമായി പൂർവികർ ഉപമിച്ചത്. ഓഹോ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഉണ്ട്. ഉപ്പ് ഒരിടത്തും എണ്ണ മറ്റൊരിടത്തും ഇരിക്കുന്നത് ആ അടിസ്ഥാന ചേരുവകൾ തമ്മിലുള്ള അകൽച്ചയെ സൂചിപ്പിക്കുന്നു. അത് കുടുംബ ബന്ധങ്ങളിലും പ്രതിഫലിച്ചേക്കാം എന്നാണ് വിശ്വാസം. അടുക്കളയിലെ ചിട്ടയും ചേർച്ചയും കുടുംബത്തിലെ ഐക്യത്തിന്റെ പ്രതിഫലനമായി മാറുന്നു. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഒരാഴ്ച ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ നിങ്ങളെ രേഖകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ, ചിലപ്പോൾ അത്തരം ചെറിയ മാറ്റങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിലോ മനോഭാവത്തിലോ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ശരിയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ അടുക്കും ചിട്ടയുമുള്ളതാകുമ്പോൾ അത് മനസ്സിനെയും ശാന്തമാക്കും. ആ ശാന്തത ബന്ധങ്ങളിൽ പ്രതിഫലിക്കും. അതാണ് ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം. ഇനി നമുക്ക് ഒരുപക്ഷെ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരത്തിലേക്ക് വരാം. കടബാധ്യത. ഉപ്പിനെ ഒരു പ്രതിവിധി എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് ധനം ആകർഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കുന്നൊരു പ്രക്രിയയാണെന്ന് തോന്നുന്നു. അതെ, ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു ചില്ലു ബൗളിൽ കല്ലുപ്പും 5 ഗ്രാമ്പുവും വെക്കുന്ന രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഉപ്പിന് നെഗറ്റീവ് ഊർജത്തെയും ദൃഷ്ടിദോഷത്തെയുമൊക്കെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പണ്ട് മുതലേ വിശ്വാസമുണ്ട്. ഗ്രാമ്പുവോ? ഗ്രാമ്പു ആകട്ടെ പോസിറ്റീവ് ഊർജത്തെയും ഐശ്വര്യത്തെയും ആകർഷിക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ ആ തീവ്രമായ സുഗന്ധം തന്നെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. അപ്പോൾ ഉപ്പൊരു സ്പോഞ്ച് പോലെ നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കുന്നു, അതേസമയം ഗ്രാമ്പു ഒരു എയർ ഫ്രഷ്നർ പോലെ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. അതെ, ഇവ രണ്ടും ഒരുമിച്ച് വെക്കുമ്പോൾ ആ മുറിയിലെ ഊർജ്ജനില സമതുലിതമാകുന്നു എന്നൊരു സങ്കല്പമാണ്. ഈ ബൗൾ വീടിന്റെ പല മൂലകളിലായി മാറി മാറി വെക്കാൻ പറയുന്നതിന്റെ കാരണവും അതാണോ? അതെ, വീടിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഊർജ്ജത്തിലെ തടസ്സങ്ങളെ അത് നീക്കം ചെയ്യുന്നു എന്നുറപ്പാക്കാനാണിത്. കടബാധ്യത പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി കെട്ടിക്കിടക്കുമ്പോഴാണ് എന്നാണ് വിശ്വാസം. ഈ പ്രക്രിയയിലൂടെ അതില്ലാതാകുമ്പോൾ പണം വരാനുള്ള തടസ്സങ്ങൾ മാറുകയും പുതിയ വഴികൾ തെളിയുകയും ചെയ്യും. ഈ ബൗള് മറ്റുള്ളവർ കാണാതെ വെക്കണമെന്ന് പറയുന്നതിലും എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേകമായ ശ്രദ്ധയോടും ഊർജത്തോടും കൂടിയാണ്. പുറത്തുനിന്നുള്ള ഒരാളുടെ നോട്ടമോ സംശയമോ ചോദ്യങ്ങളോ നമ്മുടെ ആ ശ്രദ്ധയെയും ആചാരത്തിന്റെ ശക്തിയെയും കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. നമ്മുടെ ലക്ഷ്യത്തെ മറ്റുള്ളവരുടെ അവിശ്വാസം കൊണ്ട് ദുർബലപ്പെടുത്താതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. അതെ. 1 മാസം കൂടുമ്പോൾ ഇത് മാറ്റണമെന്നും പറയുന്നു, ആ പഴയ ഉപ്പും ഗ്രാമ്പുവും. അത് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്തയിടത്ത് ഒഴിക്കാൻ നിർദ്ദേശിക്കുന്നത് ആഗിരണം ചെയ്യപ്പെട്ട നെഗറ്റീവ് എനർജി ശരിയായ രീതിയിൽ ഒഴിവാക്കാനാണ്. അത് വെറുതെ വലിച്ചെറിയുന്നില്ല. ശരി. ഭൂമിയിലേക്ക് തന്നെ അതിനെ ലയിപ്പിച്ചു കളയുന്നു. ഇത് കുറച്ചുകാലം മുടങ്ങാതെ ചെയ്യുമ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രകടമായ മാറ്റങ്ങൾ വരുമെന്നാണ് ഉറപ്പു നൽകുന്നത്. ഉപ്പുഭരണി നിറച്ചുവെക്കുന്നത് ഒരു ശീലമെന്നതിലുപരി എന്റെ ജീവിതം സമൃദ്ധമാണ് എന്നൊരു ചിന്തയെ ഊട്ടിയുറപ്പിക്കലാണ്. അതെ. ഉപ്പിനെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഐശ്വര്യത്തെ നമ്മൾ എത്രമാത്രം വിലമതിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ്.
ഈ കാര്യങ്ങൾ യാന്ത്രികമായി ചെയ്യുന്നതിലപ്പുറം അതിന്റെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഫലം ലഭിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു, ആ ബലപ്പെട്ട വിശ്വാസം നല്ല ഫലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു.